എൻ്റെ യാത്രകൾ ഷാനവാസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിതാ അബുദാബിയിൽ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട് തന്നെ, അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ സ്നേഹമുണ്ട് കൂടെ. അബുദാബിയിലെ ഖലീഫ പാർക്കിലാണ് ഈ വാട്ടർ തീം പാർക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ അൽവാദ മാളിൻ്റെ അടുത്തു നിന്നാണ് പുറപ്പെടുന്നത്. അൽവാദ മാളിൻ്റെ അടുത്തുനിന്ന് ബസ്സിന് പോകണം ഖലീഫ പാർക്കിലേക്ക്. റബ്ദാനിൽ പോയിട്ട് അവിടുന്ന് വേറെ ബസ്സിന് പോകണം. അവനെയും കൂട്ടിയിട്ടാവാം റബ്ദാനിൽ വരാമെന്നാണ് പറഞ്ഞത്. നമ്മളത് റബ്ദാനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ബസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽവാദ മാൾ കഴിഞ്ഞ സ്റ്റോപ്പിലാണ്. ഇങ്ങോട്ടാണ് അൽവാദ മാള്. ഇവിടുന്ന് ഇങ്ങനെ ഇതാ ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ. ഈ ഓവർബ്രിഡ്ജ് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്നാണ് ബസ്സുള്ളത്, റബ്ദാനിക്കുള്ള ബസ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ബസ് വരിക. റബ്ദാനിക്കും മുസഫ ഖലീഫ സിറ്റി ഒക്കെ ഉള്ള ബസ് ഇവിടെ നിന്നാണ് വരിക. ബസ് കയറാൻ വേണ്ടി കാത്തിക്കുകയാണ്. അബുദാബി മെയിൻ ബസ് ടെർമിനൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു ബസ് സ്റ്റോപ്പാണിത്. ഖലീഫ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണിത്. ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ നമ്പർ ബസ്സും ഇവിടെ വരും. ഇവിടുന്ന് മുസഫ, പിന്നെ ഷാബിയ, റബ്ദാന് എല്ലാ ഭാഗത്തുമുള്ള ബസ്സുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബസ് കയറുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വാട്ടർ പാർക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റബ്ദാനിക്കുള്ള ബസ്സിൽ കയറി. നമ്മളൊരു 11 മണിക്കാണ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയത്. 11 മണിക്കാണ്. 11:30-12 മണിൻ്റെ ഇടയിൽ ഞാൻ അവിടെ എത്താമെന്നാണ് പറഞ്ഞത്, റബ്ദാനിലെത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ബസ് പുറപ്പെട്ട് നമ്മൾ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബിയിലെ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ബസ്സിലും മിക്ക ബസ്സുകളിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈഫൈകളുണ്ട്. വൈഫൈ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഏത് ബസ്സിലും സമയം കളയാൻ വേണ്ടിയിട്ട് നെറ്റ് കണക്ട് ചെയ്യുക. അങ്ങനെ സൗകര്യമുണ്ട് എല്ലാ ബസ്സിലും. അബുദാബി മറ്റുള്ള UAE ടൗണിനെക്കാട്ടി കുറച്ചും കൂടി പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കുറച്ച് ഗാർഡൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ടൗണാണ്. ഗാർഡനുകളും എവിടെ ചെന്നാലും പാർക്കും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉച്ചയോടെ എടുക്കുന്ന സമയമായതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല ബസ്സിലൊന്നും. കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. നമ്മൾ റബ്ദാൻ ഇൻ്റർചേഞ്ചിലെ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഇനി നമ്മൾ വേറെ ബസ്സിൽ അവൻ്റെ സ്നേഹിതൻ്റെ റൂമിലേക്ക് വണ്ടിക്ക് സ്നേഹിതനെ കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് റബ്ദാൻ ഇൻ്റർചേഞ്ച്. നമ്മളിവിടെ അക്വേറിയം കാണാം, നാഷണൽ അക്വേറിയം. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അക്വേറിയത്തിലെ വീഡിയോ എൻ്റെ യാത്ര ഷാനവാസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഈ ബസ്സിലെ ബസ്സിൽ ഉപയോഗിക്കുന്ന കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീനാണിത്. ചാർജ് ചെയ്യുന്ന മെഷീനാണ്. ബസ് ചാർജ് ചെയ്യുന്ന മെഷീൻ ഇവിടെ റിപ്പയറിങ്ങിന് വന്നതാണ് അവർ. റബ്ദാനിലെ കാഴ്ചകളാണ്. നമ്മൾ ഈ ചെറിയ ബസ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ നമ്മളെ സ്നേഹിതം വരാമെന്ന് പറഞ്ഞു. അവിടെ ആയിരുന്നു നമ്മൾ ആദ്യം ബസ് ഇറങ്ങിയത്. ഇവിടെ ബസ് ഇറങ്ങി അങ്ങോട്ട് ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളെ സ്നേഹിതം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് സ്നേഹിതനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളിതാ അവനെ കണ്ട്, നമ്മളെ സ്നേഹിതനെ കണ്ട് ഞങ്ങളിതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഹായ്. അങ്ങനെ ഞങ്ങളെ പാർക്കിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ aquarium, water aquarium. Which park it is? Murjan Aquarium, Khalifa Park, right? Khalifa Park. Splash Water Park. Splash Water Park in the Khalifa Park. UAE തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാട്ടർ അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. ഇപ്പോൾ അബുദാബിയിൽ ആണിത്. ഇവനെ അറിയാമെന്നാണ് പറഞ്ഞത്. ഫർജാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കൂടെയാണ് പോണത്. ഖലീഫ പാർക്ക് എത്താനായി. മിസ്റ്ററി കോംപ്ലക്സിൻ്റെ അടുത്താണ് ഈ ഖലീഫ പാർക്ക്. അതിലാണ് ഈ വാട്ടർ തീം പാർക്ക്, മുർജാൻ വാട്ടർ തീം പാർക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ
അങ്ങനെ ടെസ്ല ഷോറൂം കണ്ടു നമ്മളിവിടെ. ടെസ്ല കാർ ഷോറൂം ഖലീഫ പാർക്കിൻ്റെ അടുത്താണ്. പാർക്ക് റൊട്ടാന ഹോട്ടലിൻ്റെ അടുത്താണിത്. ദിസ് ഈസ് പാർക്ക് റൊട്ടാന. ഇത് തൊട്ടടുത്ത് എത്താനായിക്കണേ. ഒരു 300 മീറ്ററും കൂടി ഉണ്ടെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. പാർക്ക് റൊട്ടാന ഹോട്ടലിൻ്റെ ഏകദേശം ബാക്ക് സൈഡിലായിട്ട് വരും. അങ്ങനെ ഇതാ നമ്മൾ ബോർഡ് കണ്ട് ദ വാട്ടർ സ്പ്ലാഷ് പാർക്ക്, മുർജാന സ്പ്ലാഷ് പാർക്ക്. ഞങ്ങളിതാ ഇവിടെ പാർക്കിങ് ചെയ്തു. അങ്ങനെ ഖലീഫ പാർക്കിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖലീഫ പാർക്കിൻ്റെ പാർക്കിംഗ് ആണിത്. ഞങ്ങളിതാ മുർജാൻ പാർക്കിൽ ഞങ്ങളിതാ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ മുർജാൻ വാട്ടർ പാർക്കാണിത്. ഇവിടേക്ക് കയറാൻ പോവാണ്. വാട്ടർ പാർക്കിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റ് അബുദാബി ബാങ്കിൻ്റെ അടുത്താണ് ഇതിൻ്റെ എൻട്രൻസ്. FABയുടെ അടുത്ത് 5626 ബസ് നമ്പറൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് ഖലീഫ പാർക്ക് എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത്. അങ്ങനത്തെ ഖലീഫ പാർക്കിൻ്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത്. എൻട്രൻസിലെത്തി. പാർക്ക് എൻട്രൻസിൽ ടിക്കറ്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. ടിക്കറ്റ് പാർക്കിൻ്റെ അകത്ത് ചെറിയ കഫറ്റേരിയ ഒക്കെ ഉണ്ട്. ഇവിടെ പാർക്കിൻ്റെ ടിക്കറ്റാണ്. അതിപ്പോൾ നമുക്ക് ഫ്രീ എൻട്രൻസ് ആണ്. മുർജാൻ പാർക്ക് വാട്ടർ പാർക്കിക്ക് പോകുന്നവർക്ക് ഫ്രീ എൻട്രൻസ് ആണ്. ഒരു ട്രെയിൻ സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. സഫാരി പാർക്കിൻ്റെ അല്ലെങ്കിൽ ഖലീഫ പാർക്കിൻ്റെ അടുത്ത് ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഓപ്പണിംഗ് അല്ല. 4 മണി 5 മണിയായിട്ടേ തുറക്കുള്ളൂ. ഖലീഫ പാർക്കിൻ്റെ എൻട്രൻസ് കൂടി ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ മുർജാൻ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോണത്. നമ്മളുടെ ട്രെയിൻ സർവീസ് ഖലീഫ പാർക്കിലെ ട്രെയിൻ സർവീസാണ്. വെറുതെ ഇവിടെ ഇങ്ങനെ ഈ പാർക്കിൻ്റെ ചുറ്റും ഇങ്ങനെ കറക്കി കൊണ്ടുപോലും. പാർക്കിലാണ് നമ്മളുള്ളത്. മുർജാൻ വാട്ടർ പാർക്ക് കാണാൻ വേണ്ടി ഒന്നാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ ട്രെയിൻ സർവീസൊക്കെ ഉണ്ട്. അങ്ങനെ സമയം നമ്മൾ എൻട്രൻസിലെത്തി. ഇതാണ് മുർജാൻ സ്പ്ലാഷ് വാട്ടർ പാർക്കിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. ഫൻറ്റാസിയ, വെൽക്കം ടു ഫൻറ്റാസിയ മുർജാൻ. നമ്മൾ എൻട്രൻസിലെത്തി. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ ടൈമൊക്കെ എഴുതിച്ചിട്ടുണ്ട്. യെസ്, ഇതാണ് പാർക്ക്. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു കൈമിലൊരു ഇത് കെട്ടി കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ ശേഷം നമ്മളെ സ്വിമ്മിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത് മുർജാൻ പാർക്കിലാണ്. ഇല്ല, ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോണ്. ഓപ്പൺ ആയിട്ടില്ല. ഫസ്റ്റ് 1 മണിയായി. 1 മണിക്ക് തുടക്കം കുറിക്കുകയാണ്. സർവീസ് റൂമിലാണ്, അതായത് ബാത്റൂമും നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂമിൽ വന്ന് ഇപ്പോൾ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇവിടെ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ വെള്ളമൊക്കെ ചാടൽ തുടങ്ങി. 2 ഹെൽപ്പർമാരൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുക, എൻജോയ് ചെയ്യുക. സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. പിന്നെ വേറെ കുട്ടികൾക്കുള്ള പൂളുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് ഇന്ന് വൈകുന്നേരം രാത്രി 7 മണി വരെ ഇവിടെ ഉണ്ടാവുന്ന എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നു. ഇവിടെ ചാടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ കുളിച്ച് കളിച്ച് ഇരിക്കുകയാണ്. എന്താ ചെയ്യാ? Not much cold, only little cold. Come, you can jump, man.
അങ്ങനെ അത് ഓനും ഇറങ്ങി. ഈ ഒക്ടോബറിലൊക്കെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നീന്താനൊക്കെ പറ്റിയ നല്ലൊരു സ്വിമ്മിംഗ് പൂളാണിത്. ഞങ്ങൾ കുറേ നേരത്തെ തന്നെ എത്തി, 1 മണിക്ക് തന്നെ എത്തി. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾക്ക് എല്ലാ റൈഡിലും പങ്കെടുക്കാം. ഞങ്ങൾ കുറേ സമയം വെള്ളത്തിൽ നീന്തി കളിച്ച് ബാക്കിലുണ്ട്. സ്വിമ്മിങ് അറിയാത്തവരൊന്നും ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത് നല്ല ആഴേണ്ടത്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു റൈഡ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ വലിയ ആൾക്കാർക്ക്. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾക്കുള്ള റൈഡുകളാണ്. അവിടുത്തെ നമ്മളെ കയറ്റില്ല. വലിയ ആൾക്കാർക്ക് അപ്പുറത്ത് വേറെ റൈഡ് ഉണ്ട്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു മണിക്കൂർ 2 മണിക്കൂറോളം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെയായിരുന്നു. കുറേ സമയം അവിടെ വെള്ളത്തിലൊക്കെ നീന്തി ക്ഷീണിച്ചപ്പോൾ പിന്നെ വേറെ റൈഡിലേക്ക് പോയി. ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങോട്ട് താഴേക്ക് കൊട്ടും. ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പല റൈഡുകളും ഉണ്ട്. അതിൽപ്പെട്ട റൈഡുകളാണ് ഇതൊക്കെ. കുട്ടികൾക്ക് ഇവിടെ റേറ്റും വ്യത്യാസമുണ്ട്. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കുട്ടികൾക്ക് ഇറങ്ങി മേലെന്ന് അടിക്ക് ഇറങ്ങാം. പിന്നെ കുട്ടികൾക്ക് റേറ്റുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ വലിയ ആളുകൾക്ക് 30 ദിർഹംസ് ഉള്ളൂ. കുട്ടികൾക്ക് ഇവിടെ 70 ദിർഹംസ് ഉണ്ട്, 60-70 ദിർഹംസ് ഉണ്ട്. അങ്ങനെ മറിച്ച് നമ്മൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ്. വേറെ സെക്ഷനിലേക്ക് പോകണം. ഈ റിവറിൻ്റെ സെക്ഷൻ ഉണ്ട് തന്നെ. അതിൽക്കൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതിൽക്കൊന്ന് ഇങ്ങനെ പോകണം. ഓക്കെ, അതിങ്ങനെ ബലൂണിൽ ഇതിലാക്കിയിട്ട് പോകലാണ്. ഇതിൽ കൂടി ഇങ്ങനെ ഒഴുകുക, ഇങ്ങനെ പോവുക. ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പോവാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ വരും അവസാനം. ഇതിൽ കയറി അങ്ങനെ ലൈക്ക് ദിസ് ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ഞാനും ആ ബലൂൺമ കയറിക്കണേ. ബലൂൺമ കയറി ഇങ്ങനെ മെല്ലെ മെല്ലെ പോവാണ്. ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഫുള്ള് സെറ്റപ്പ് ആക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ബലൂൺമ 2 ആളും കൂടി റൈഡ് ചെയ്ത് പോകാനുള്ള പദ്ധതിയാണ്. എന്താവും അറിയില്ല. ഓക്കെ, സ്റ്റാർട്ടഡ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ വിൽ നോട്ട് ഫോൾ നൗ. വെള്ളത്തിൽ കൂടി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതാ ഒരു ബലൂണിൻ്റെ പുറത്തിരുന്ന് കൊണ്ടിരിക്കും. വാട്ടർ ഈസ് ഫ്ലോയിങ്. നോ നീഡ്. ഈത്തപ്പഴ മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഫറജ്, സേ ഹായ്. അങ്ങനെ വെള്ളത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പത്. നമ്മൾ ബലൂൺമ പോകുമ്പോഴുള്ള ദൃശ്യമാണ്. This is the problem. Mobile will fall down. അങ്ങനെ ഞങ്ങൾ വളരെയധികം സമയം അങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടും അതിൽ ബലൂണിൽ അങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2-3 റൗണ്ട്, ഒരു 4 റൗണ്ടോളം ഞങ്ങൾ അങ്ങനെ കറങ്ങിയ ബലൂണുമേ പല സ്ഥലത്തേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോയി. കുറേ സമയം അങ്ങനെ ഞങ്ങൾ അതിമേ ചിലവിട്ട് ഒരു 3-4 മണിക്കൂറോളം അങ്ങനെയും പോയി. ചില സമയത്ത് ഇതൊരു കമാനത്തിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ തല താത്തി കൊടുത്തില്ലെങ്കിൽ തല പോയിട്ട് അതിലിടിക്കും. ഇതാണ് ആ കമാനം. അപ്പോൾ ആ കമാനത്തിൻ്റെ ചോട്ടിൽ കൂടെ അവനെ അങ്ങോട്ട് പാസ് ചെയ്ത് ഇനി ഞാനങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കുറേ സ്ഥലത്ത് കൂടി അങ്ങനെ പോകേണ്ടത്. കമാനം കടന്ന് പെട്ടെന്ന് വരുന്നുണ്ട് സ്പീഡ് കൂടി.
കമാനത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടന്നുകൊണ്ട് പോവാണ്. യു വിൽ റൗണ്ട് ദർ. നോ ഇറ്റ് വിൽ കം. ഐ എസ്കേപ്പ്. അവനവിടെ ഇട്ട് റൗട്ട് ചെയ്യാണ്. നമ്മൾ രക്ഷപ്പെട്ട്. ചില സ്ഥലത്തെത്തുമ്പോൾ ചില ചുഴി പോലെ ഇങ്ങനെ ആളിട്ടിട്ട് വട്ടം കറക്കും. അവിടുന്ന് പിന്നെ നമ്മൾ എസ്കേപ്പ് ചെയ്ത് പോകണം. അവിടുന്ന് ചിലപ്പം താഴെ പോകാൻ സാധ്യതയുണ്ട്. അവനവിടെ താഴെ വീണ് അങ്ങനെ എണീറ്റ് പോവാണ്. പിന്നെ രണ്ടാമത് ബലൂൺമേ കയറണം. നോക്കാനൊക്കെ ആളുണ്ട് എല്ലായിടത്തും. അങ്ങനത്തെ കമാനത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമാനത്തിൻ്റെ ഉള്ളിലാണ്. I know you are back. അൽ മർജാൻ വാട്ടർ തീം പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളത് വാട്ടർ പാർക്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടാളും ക്ഷീണിച്ച് ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അപ്പോൾ കയറാൻ പോവാണ് വെള്ളത്തിൽ നിന്ന്. ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിതാ റെസ്റ്റിലാണിപ്പോൾ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് ഒരു വെള്ളക്കളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. അങ്ങനെ വീണ്ടും നമ്മൾ ഇറങ്ങി വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി സമയം ചിലവിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. Yes, it's good now. It's good. I'll make for 30 minutes, yeah? Done. അങ്ങനെ നമ്മൾ അൽ മർജാൻ വാട്ടർ തീം പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബിയിലെ ഖലീഫ പാർക്കിലാണുള്ളത്. അങ്ങനെ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇറങ്ങണം. Video come, okay. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ നീന്തി വീണ്ടും ഇറങ്ങി സ്വിമ്മിംഗ് പൂളിലും അങ്ങനെ കുറച്ച് സമയം കൂടി നീന്തി കുളിച്ച് സമയം കളഞ്ഞ് വൈകുന്നേരമായി. പിന്നെ ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തിരിച്ച് പോകണം. Again, no. Jump only, don't dive. Only. വെള്ളത്തേക്ക് ചാടാനേ കഴിയുള്ളൂ. ചിലപ്പോൾ ഡൈവ് ചെയ്താൽ ചിലപ്പോൾ തല പോയിട്ട് അടിയിലടിക്കാൻ സാധ്യതയുണ്ട്. കയറി ഞങ്ങൾ മടുത്തു. അങ്ങനെ അതാ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു. ഫിനിഷ്ഡ് എവറിത്തിങ്. Yeah, Now, done already. Now we are going for we lunch. enjoyed. We are going for a good lunch. Good place. Yeah. We'll come again also. Okay, we like it. We enjoyed with family. It is more better. അതൊക്കെ കഴിഞ്ഞത് ഇറങ്ങുകയാണ്. മർജാൻ പാർക്ക് നിന്ന് ഞങ്ങൾ ഇറങ്ങും. മുർജാൻ പാർക്ക്, സ്പ്ലാഷ് വാട്ടർ പാർക്ക് നിന്ന് ഞങ്ങൾ ഇത് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഒരു 3 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 3-4 മണിക്കൂർ എത്ര വേണമെങ്കിലും ടൈം നമ്മൾക്ക് എടുക്കാം. ഇത് നമ്മളെ ഷെയ്ഖ് സായദ് മസ്ജിദിൻ്റെ അടുത്താണ്. ഏകദേശം അടുത്തായിട്ട് വരും. പക്ഷേ അതിൻ്റെ എൻട്രൻസ് കുറച്ച് പുറത്താണ്. ഷെയ്ഖ് സായദ് മസ്ജിദാണിത്. അതിൻ്റെ തൊട്ട് പുറത്താണ് ഇതുള്ളത്. പക്ഷേ എൻട്രൻസ് കുറച്ച് അപ്പുറത്ത് കെട്ടിമറിഞ്ഞ് വരണം. മുർജാൻ സ്പ്ലാഷ് വാട്ടർ പാർക്ക് എന്നാണ് പറഞ്ഞത്. കുറേ പലതരം റൈഡുകളൊക്കെ ഉണ്ട്. ഞങ്ങളിതാ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ പാർക്കിൽ കയറാൻ വേണമെങ്കിൽ പാർക്കാണിത്. പാർക്കിൽ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് എന്തൊക്കെയുള്ളതെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഉള്ളിലേക്ക് കയറി നോക്കണം. പക്ഷേ ഞങ്ങൾ ടൈം ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. നല്ലൊരു ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട്. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. തിരിച്ച് പോവാണ്.
പാർക്ക് കഴിഞ്ഞ് മുർജാൻ വാട്ടർ സ്പ്ലാഷ് വാട്ടർ പാർക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോണ്. ഖലീഫ പാർക്ക് ആണിത്. പാർക്കിൻ്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മളെ ഖലീഫ പാർക്കിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകല്. എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ. വണ്ടി കയറി പാർക്ക് മുർജാൻ പാർക്ക് കഴിഞ്ഞ് ഇതാ കയറി ഇങ്ങനെയായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. ഇതാണ് പാർക്ക്. മുർജാൻ പാർക്കും പിന്നെ ഖലീഫ പാർക്കും ഒക്കെ ഇവിടെയാണ്. ഇതാണ് എൻട്രൻസ്. അങ്ങനെ തിരിച്ചതാ റൂമിലേക്ക് പോകണം. നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കണം. വിശപ്പുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നാണ് പ്ലാന്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഷാബിയയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഷാബിയയിലേക്ക് പോകണേ. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ദാൻ കൂടിയാണ് പോകുന്നത്. ആ റോഡ് ഞങ്ങളിതാ ഡെൽമൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ മുസഫ ഷാബിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാബിയയിലെത്തി. ഷാബിയയിൽ നിന്ന് ലൈം ആൻഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് രണ്ടാളും തിരിച്ച് പോവുകയാണ്. നമ്മൾ ലൈം ആൻഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതാ തിരിച്ച് പോവാണ്. വണ്ടി കയറി ഇതാ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. സ്റ്റേയിങ് ഹിയർ? അങ്ങനെ അവന് ഷാബിയയിൽ നിന്ന് കാറിൽ പോയി. പിന്നെ ഞാൻ അവിടുന്ന് ബസ്സിന് പോകണം. എൻ്റെ റൂമിലേക്ക് ഞാൻ ബസ്സിന് പോണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞ് ജനത നമ്മളവിടെ വിട്ടുകാണ്ട് അവൻ പോവാണ്. ഷാബിയ എത്തി. ഇവിടുന്ന് തന്നെ എനിക്ക് ബസ്സിന് പോകണം. എൻ്റെ റൂമിലേക്കുള്ള ബസ്സാണിത്. ഇതിലേതെങ്കിലും ഒരു ബസ്സിന് പോകണം. ഷാബിയയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബസ് കയറി അബുദാബിക്കുള്ള ബസ് അതപ്പോൾ ബസ്സിലാണുള്ളത്. അങ്ങനെ റൂമിലേക്ക് പോവാണ്. നമ്മൾ അബുദാബി റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇറങ്ങി റൂമിലേക്ക് പോവാണ്. അവിടെ തെങ്ങൊക്കെ ഉണ്ട്. അബുദാബിയിലെ തെങ്ങാണ്. അബുദാബിയിലും തെങ്ങൊക്കെ വളരുന്നുണ്ട്. പക്ഷെ തേങ്ങ ഒന്നും ഉണ്ടാവണില്ല. തെങ്ങ് അങ്ങനെ ഒരു 6 മണിയായപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തി. ഇതുപോലുള്ള യാത്രാ വീഡിയോകൾ കാണണമെങ്കിൽ എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ടൂറൊക്കെ കഴിഞ്ഞ് പാർക്കൊക്കെ കണ്ട് വാട്ടർ പാർക്കൊക്കെ കണ്ട് കഴിഞ്ഞ്